എടാ മോനെ ഇളഹങ്കയുള്ള ഒരു അടിയുണ്ട് വെറുതെ. ജാസ്മിൻ ജാഫറിന്റെ വീടിന്റെ അടുത്തേക്ക് നമ്മൾ പോകാൻ പോവാണ്. അവിടെയുള്ള അയലത്തുകാരോടും നാട്ടുകാരോടും ഒക്കെ ചോദിക്കാൻ പോവാണ്. ചോദിക്കേ ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. കൊച്ചുകുട്ടികളവരെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളവരെ അറിയും. ജാസ്മിൻ ജാഫറിന് ഇഷ്ടമാണ്? അല്ല, ഗെയിം ഇഷ്ടമെന്ന് വെച്ചാൽ ഇഷ്ടമല്ല. പിന്നെ നാണക്കെടുത്തി കിട്ടിയല്ലോ, വേഗം ഇവിടുന്ന് പോവാം. ഇഷ്ടമല്ല, അത് ഭയങ്കര കൊഴുപ്പാണോ? അവളെ ഇങ്ങോട്ട് അരച്ച് കാലക്കി തന്നാണ്ടല്ലോ കുടിക്കാൻ ഞാൻ. നിങ്ങളുടെ അയലത്തുകാരിയല്ലയോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. കപ്പ് കിട്ടരുത്. അതെന്താ? അത് വേണ്ട. അതെന്താ കാര്യം? കാര്യം പറ. അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? ജാസ്മിൻ ജാഫർ നിങ്ങളുടെ അയലത്തുള്ള ആളാ? ഇഷ്ടമാണോ? അല്ല, കാരണം അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, ഏതാ ഈ ചെറുക്കൻ? അയ്യോ ഇത് പെൺകുട്ടിയാ. ഭർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ. എന്ത് പറയാന്ന് ഒരു തെണ്ടികളും വിചാരിക്കണ്ട. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ആവശ്യമില്ലാത്ത ആരെന്ത് പറഞ്ഞാലും അതിന് മറുപടി പറയണം. ഡാഡി പറഞ്ഞത് ശരിയാ, കണ്ടാലറിയാൻ ചെറ്റയാണെന്ന്. അതിന് മറുപടി പറയണം. കുറച്ച് മണ്ണ് വരെ തിന്നാൻ പാടില്ല എനിക്ക്. അവിടെ പോയ മറ്റേ ഒന്ന് വൃത്തിയേടും കൊണ്ട് കേറിയിരിക്കണം. അങ്ങനെയൊന്നും അല്ല കൊച്ചുങ്ങള്. ഈ തള്ളയെ കൊണ്ട് തോറ്റു. ജാസ്മിൻ ജാഫറോ? അത് മാസത്തിലും കണ്ടാ വിളിക്കുന്നു പറയുന്നു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? എന്നെ പറ്റിയാണ് മോശം പറയുന്നത്. എന്നെ പറ്റിയാണ് പറയുന്നത്. ആര് കേട്ടാലും വിശ്വസിക്കില്ലേലും ഞാനൊരു കാര്യം പറയാം. അലർജി ആത്തുള്ള കാര്യേ, ഈ വെള്ളം തലയിൽ നനച്ചു കഴിഞ്ഞാൽ നനയ്ക്കാൻ പാടില്ല. ഇത് ശരിക്കും നടന്നാണ്? വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ചെറുതായിട്ട് ഇപ്പൊ വരുന്നുണ്ട് എനിക്ക്. എന്നാ ചിരട്ടം കൂടി വിഴുങ്ങിക്കോളൂ, അറിഞ്ഞോളൂ. എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാതെ ഏറ്റവും തോന്നിയ കാര്യം? ആ ഒരുമാതിരി ഒരു സ്വഭാവം. തിരിച്ച് ഞാൻ വല്ലൊക്കെ വിളിച്ച് പറഞ്ഞ തൊടലിയാണോ? ഇവിടെ വലിയ കോച്ച് കളിച്ച് നിൽക്കുന്നവരൊക്കെ അടങ്ങി ഒന്നാക്കി പിരിയും വിട്ടിരിക്കും. മൂഞ്ചു പിള്ളേരെ തഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വരുമ്പോ ഞാൻ തന്നെ പറയും, അടി മേടിച്ചോണ്ടൊന്നും ഇവിടെ വന്നേക്കരുത്, അടിച്ചാ തിരിച്ചടിച്ചേക്കണം. അതിന്റെ കുഴപ്പയത് കണ്ടോ എനിക്ക് ഇല്ലാഞ്ഞിട്ട് മിണ്ടായിരിക്കുന്നല്ല. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ട് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ജാസ്മിൻ ജാഫറിന് വോട്ട് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ജാസ്മിൻ ജാഫറിനായിട്ടൊരു വോട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ പാർട്ടി ആരാ? അപ്പൊ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരനാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്നാലും ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ പറ്റി? എന്തിന്റെ കുഴപ്പമായത്? നമ്മുടെ നാട്ടുകാരിയല്ലയോ, നമുക്കിങ്ങനെ കുറ്റം പറയാതിരിക്കുന്നത്. നാട്ടുകാരിയല്ലേ, അതുകൊണ്ട് എങ്ങനെ കുറ്റം പറയാതിരിക്കുന്നത്? എന്തിലെയോ? അതെ, ഈ നാട്ടുകാരങ്ങനാ. ഉള്ളതുപോലെ വിളിച്ചു പറഞ്ഞു കളയും വൃത്തികെട്ടവന്മാര്.